എടോ മനസ്സിലായാവോ? എടോ മനസ്സിലായോ? ഇവിടെ മനസ്സിലായോ? വ്യാഖ്യാനം മൃദോ മൃദുകണം, ഇതിന്റെ അർത്ഥം മനസ്സിലായോ? ഇല്ല. എന്നാ ആ വിഭാഗത്തിലോ അവ്യാഖ്യാതം മൃദോ മൃദുകണം മൃദസ്യാഹ, അവിടെ ആർക്കെങ്കിലും മനസ്സിലായോ ഇതിന്റെ അർത്ഥം? മനസ്സിലായോ? ആർക്കും മനസ്സിലാവൂല. അതിനൊരു അർത്ഥമല്ലേ, വെറുതെ പറഞ്ഞതുള്ളൂ കേട്ടോ. ഇനി അതിന്റെ പുറകെ പോയി വീഴാൻ നിൽക്കട്ടോ. ഈ പണ്ടൊക്കെ ആക്ഷേപഹാസ്യത്തിന്റെ രാജാവ് മോഹമായിരുന്നു. പക്ഷെ മിമിക്രി എന്ന കലാരൂപം വന്നപ്പോൾ ക്ഷേത്രങ്ങളിൽ പോലും വേദികൾ കുറഞ്ഞിരിക്കണു. അപ്പൊ എവിടെയാ നമ്മുടെ കാര്യം എന്ന് പറയാതെ നിരീക്ഷിക്കുമ്പോൾ എന്താ കലാപ സെന്ററിൽ ഇങ്ങനെ സ്വരഗംഗ എന്ന് പറയുന്ന സംഗീത ആ ഗ്രൂപ്പിന്റെ ഒരു പരിപാടി നടക്കണം എന്ന് പറഞ്ഞത് അടുത്ത വണ്ടി കയറിയിട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ ആലോചിച്ചേ, ഇങ്ങനെ പല സ്ഥലത്തും പല ആളുകൾ ഇങ്ങനെ തിങ്ങി നടന്നു നിൽക്കേണ്ട നല്ല നല്ല ഗാനങ്ങൾ കേൾക്കാൻ ആസ്വദിക്കാനൊക്കെ എത്തിയിരിക്കുകയാണ് എല്ലാവരും. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ സംഗീത വിരുന്നില് ചായ്ക്കാരുണ്ട് കൂടെ. കുഴപ്പമുണ്ടോ? ചായ്ക്കാരും കൂടി ഈ സംഗീത വിരുന്നിൽ കൂടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. എന്നാ കലയെയും കലാകാരന്മാരെയും സ്നേഹിക്കുന്ന അല്ലേ, ഏതൊരു കലാകാരന്റെയും വിജയം എന്ന് പറയുന്ന ഒരുപാട് കലാകാരന്മാരെയും കലാകാരികളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് വളർത്തി വലുതാക്കിയിട്ടുള്ള ഈ മലയാളി മനസ്സുകള്, പ്രേക്ഷക മനസ്സുകള് ഒരു പടക്കം പൊട്ടുന്ന രീതിയിലുള്ള ഒരു കയ്യടി ഈ ഗ്രൂപ്പിന് അങ്ങോട്ട് കൊടുത്തത്. ഒരു പടക്കം പൊട്ടുന്ന രീതിയിലുള്ള ഒരു കയ്യടി ഇവിടെ. എന്തായാലും പല ആളുകളും കൈയടിക്കാൻ മടിക്കുകയാണ്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. മലയാളികളുടെ പൊതുവായ ഒരു സ്വഭാവമാണ്. ഒന്ന് കൈ കൂട്ടിയടിക്കാൻ പോകുന്ന മടിയ. കാരണം എന്താ? ഒരു താഴെ വീണ ഒരു സാധനം കുനിഞ്ഞെടുക്കാൻ മടിയ. എന്താ? അവരുടെ കുടവേത് അല്ലേ? പ്രവാസി മലയാളികൾ പ്രത്യേകിച്ച് എല്ലാവരും അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. അപ്പോ ഇവിടെ കൈയടിക്കാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാല് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ GS പാണ്ഡെ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ദിവസത്തില് ശരാശരി ഒരു മനുഷ്യൻ 300 പ്രാവശ്യം സ്വന്തം കൈകൾ ഇങ്ങനെ കൂട്ടിയടിച്ചാല് ഹൃദയസ്തംഭനം വരില്ല എന്ന് പറയാം. അതായത് ഹാർട്ട് അറ്റാക്ക് വരില്ലാന്ന്. ഇന്ന് തിരക്ക് പിടിച്ച ജീവിതത്തിൽ 300 പ്രാവശ്യം പോയിട്ട് 30 പ്രാവശ്യം പോട്ടെ, ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും ആരെങ്കിലും കൈയടിക്കണ്ടോ? ഇവിടെ ആരെങ്കിലും കൈയടിക്കണം? സ്ത്രീകളെപ്പോ കൈയടിക്കും? അടക്കളയിലിരിക്കുമ്പോഴോ? ഭർത്താവ് പറയും ഭ്രാന്താണ് അല്ലേ? അത് കൈയടിക്കാനുള്ള അവസരങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇന്നത്തെ ഈ പരിപാടി തീരുന്നതിന് മുൻപ് 3 പ്രാവശ്യമല്ല, 300 പ്രാവശ്യമല്ല, 30,000 പ്രാവശ്യമല്ല അല്ലേ, നമുക്ക് ഈ ജീവിതത്തിൽ ഒരിക്കലും ഹാർട്ട് അറ്റാക്ക് വരില്ല എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും ചേർന്ന് പടക്കം കൊണ്ട രീതിയിലൊരു കൈയടികളെ എല്ലാവരും ചേർന്ന് ഇതാണ് ഏതൊരു കലാകാരന്റെയും വിജയം. അപ്പൊ എന്തായാലും ഇനി നല്ല നല്ല ശ്രുതിമനോഹരമായ ഗാനങ്ങളൊക്കെ കേൾക്കാം. ഒരു പഴയകാല ഗാനം. എന്താ? പ്രിയ സഖി ഗംഗെ കേട്ടിട്ടുണ്ടോ? ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണോ? ആ ഗാനം ആലപിക്കുന്നുണ്ട്. ആ പ്രിയപ്പെട്ട ഗായികയെ വേദിയിലേക്ക് നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.